കേരള രാഷ്ട്രീയത്തെ അങ്ങേയറ്റം പിടിച്ചുലച്ച അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും എല്ലാ സീമകളും ലംഘിച്ച CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ഇപ്പോൾ ഇതാ അതിനിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. യാതൊരു സേവനവും നൽകാതെ ലക്ഷങ്ങളും കോടികളും തട്ടിയെടുത്ത ഈ കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ തൈക്കണ്ടിക്കും എതിരെയുള്ള നിയമക്കുരുക്ക് പൂർണ്ണമായും മുറുകുകയാണ്. മാസങ്ങളായി മൂടിവെക്കാൻ നോക്കിയ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അധികാരം കൈയാളിയ പ്രമുഖർക്ക് ഇനി നിയമത്തിന് മുന്നിൽ ശക്തയായി മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പാവുകയാണിപ്പോൾ. എന്താണ് ഈ കേസിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ശശിധരൻ കർത്ത നൽകിയ മൊഴി എങ്ങനെയാണ് ഈ കളി മാറ്റിമറിച്ചത്? എങ്ങനെയാണ് പിണറായി കുടുംബം ഇതിൽ കുടുങ്ങുന്നത്? നമുക്ക് നോക്കാം. കേരള രാഷ്ട്രീയത്തിന്റെ ഉറക്കം കെടുത്തിയ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതികൾ ഭയപ്പെടുന്ന ആ നിർണായക വഴിത്തിരിവ് എത്തിക്കഴിഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനും മകൾ വീണ തൈക്കണ്ടിക്കും മേൽ നിയമത്തിന്റെ വരിഞ്ഞുമുറുക്കൽ ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. കേസിൽ വീണ തൈക്കണ്ടി ഉടൻ പ്രതിയാകുമെന്ന് ഉറപ്പായതോടെ അടുത്ത ലക്ഷ്യം മുൻ മുഖ്യമന്ത്രിയാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. CPMന് ഭരണം നഷ്ടമായ പശ്ചാത്തലത്തിൽ ഈ കേസിലെ തുടർന്നുള്ള നിയമ നടപടികളുടെ ഭാഗമായി പിണറായി വിജയനെ ED ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ നൽകുന്നത്. ഈ കേസിൽ പിണറായി കുടുംബത്തിന്റെ എല്ലാ പ്രതിരോധങ്ങളും തകർത്തെറിഞ്ഞ ആ വലിയ ബോംബാണ് CMRL ഉടമ ശശിധരൻ കർത്ത EDക്ക് നൽകിയ മൊഴി. എക്സാലോജിക് കമ്പനിക്ക് കരാർ നൽകിയതും കോടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പവും സ്വാധീനവും കാരണം മാത്രമാണെന്ന് കർത്ത അന്വേഷണ സംഘത്തിന് മുന്നിൽ യാതൊരു മടിയും കൂടാതെ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. വെറും വായുവിൽ നിന്നല്ല അദ്ദേഹം ഈ മൊഴി നൽകിയത്. വീണ തൈക്കണ്ടിയോ അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയോ CMRLന് യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ശശിധരൻ കർത്തയുടെ വീട്ടിൽ വെച്ച് ED നടത്തിയ ആ നീക്കത്തിലാണ് ഈ സത്യം പുറത്തു വന്നത്. യാതൊരു പണിയും എടുക്കാതെ പിണറായിയുടെ മകൾ എന്ന മേൽവിലാസവും സ്വാധീനവും മാത്രം ഉപയോഗിച്ച് കോടികൾ തട്ടിയെടുത്തു എന്ന കണ്ടെത്തലാണ് ഈ കേസിന്റെ ഗതിയെ പൂർണ്ണമായി മാറ്റിമറിച്ചത്. ശശിധരൻ കർത്തയുടെ ഈ മൊഴിയാണ് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം EDയെ കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് നയിച്ചത്. വീണയുടെയും അവരുടെ കമ്പനികളുടെയും ബാങ്ക് അക്കൗണ്ടുകളും നിക്ഷേപങ്ങളും ED മരവിപ്പിച്ചത് അതിന്റെ നേരിട്ടുള്ള തുടർച്ചയാണ്. ഇത് സംബന്ധിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ വിശദമായ റിപ്പോർട്ട് ED ഇതിനോടകം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞു. ലഭ്യമാകുന്ന കണക്കുകൾ പരിശോധിച്ചാൽ കാര്യങ്ങളുടെ ഗൗരവം വ്യക്തമാകും. വീണയുടെ പേരിലുള്ള 16.5 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങളാണ് നിലവിൽ ED മരവിപ്പിച്ചിരിക്കുന്നത്. സ്വന്തം പേരിലും വിവിധ കമ്പനികളുടെ പേരിലും നടത്തിയ നിക്ഷേപങ്ങൾ ഇതിൽ ഉൾപ്പെടും. അധികാരത്തിന്റെ ഹുങ്കിൽ ആരും ചോദിക്കില്ലെന്ന് കരുതി നടത്തിയ ഈ കൊള്ളയ്ക്ക് നിയമത്തിന് മുന്നിൽ ഓരോരുത്തരും മറുപടി പറയേണ്ടി വരുമെന്ന സുവർണ നിമിഷങ്ങളിലേക്കാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. പിണറായി കുടുംബത്തിനും CMRL ഉടമ ശശിധരൻ കർത്തയ്ക്കുമെതിരെയുള്ള EDയുടെ അടുത്ത നീക്കം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്നതാണ്. വീണയുടെയും കമ്പനികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമല്ല, കോടികളുടെ സ്വത്തുക്കളും ലോക്കറുകളുമാണ് ഇപ്പോൾ ED ഒന്നിനു പിറകെ ഒന്നായി പൂട്ടിക്കെട്ടിയിരിക്കുന്നത്. അതിന് തുടർച്ചയായി വീണയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങളും ED കണ്ടുകെട്ടൽ നടപടിയുടെ ഭാഗമായി പൂർണ്ണമായി മരവിപ്പിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, വീണയുടെ പേരിൽ ബാങ്ക് ലോക്കറിലുള്ള മൂല്യമുള്ള വസ്തുക്കളും ആഭരണങ്ങളും അടക്കമുള്ളവയും ഈ മരവിപ്പിക്കൽ പട്ടികയിൽ ഉൾപ്പെടുന്നു. പരിശോധന വേളയിൽ വീണയുടെ വ്യക്തിഗത അക്കൗണ്ടിൽ വെറും 1,37,000 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേസമയം ഈ വിവാദങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദുവായ എക്സാലോജിക് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലാകട്ടെ അവശേഷിക്കുന്നത് വെറും 25,000 രൂപ മാത്രം. അക്കൗണ്ടുകളിൽ വലിയ തുക ബാക്കിയില്ലെങ്കിലും നിക്ഷേപങ്ങളും ലോക്കറുകളും മരവിപ്പിച്ചതിലൂടെ കൃത്യമായ തെളിവുകൾ തന്നെയാണ് ED കൈക്കലാക്കിയിരിക്കുന്നത്. ഇവിടെ മറ്റൊരു ഞെട്ടിക്കുന്ന വഴിത്തിരിവ് കൂടി ഉണ്ടായത് ശ്രദ്ധിക്കുക. ഈ കേസിലെ പ്രധാന ഘടകമായ CMRL കമ്പനി ഉടമ ശശിധരൻ കർത്തയുടെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള ഞെട്ടിക്കുന്ന 26 കോടി രൂപയുടെ സ്വത്തുക്കളും സാമ്പത്തിക നിക്ഷേപങ്ങളുമാണ് ED ഒറ്റയടിക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായി കോടികളുടെ പണമിടപാട് നടത്തിയെന്ന കൃത്യമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനും കുടുംബത്തിനെതിരെ ഇത്രയും കടുത്ത നടപടി ED ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.
യാതൊരു സേവനവും നൽകാതെ മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പണം നൽകിയത് വഴിവിട്ട രാഷ്ട്രീയ സഹായങ്ങൾ നേടിയെടുക്കാനാണെന്ന ഇഡിയുടെ ശക്തമായ വാദങ്ങൾക്ക് ശശിധരൻ കർത്തയുടെ മൊഴി ഇപ്പോൾ പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ്. ഇത് കേസിൽ വീണ തൈക്കേണ്ടിയെ ഔദ്യോഗികമായി പ്രതി ചേർക്കുന്നതിനും ഈ പണത്തിന്റെ യഥാർത്ഥ ഉറവിടവും ലക്ഷ്യവും എന്തിനു വേണ്ടിയായിരുന്നു എന്ന് കണ്ടെത്താൻ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നതിനും ഇഡിക്ക് ഏറ്റവും ശക്തമായ നിയമപരമായ അടിത്തറയാണ് നൽകിയിരിക്കുന്നത്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് കൂടി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതോടെ കേസിൽ അടുത്ത ഘട്ട വിനാശകരമായ നടപടികളിലേക്ക് ഇഡി കടക്കും. വരും ദിവസങ്ങളിൽ വീണ തൈക്കേണ്ടിയെ പ്രതിപ്പട്ടികയിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നോട്ടീസ് നൽകാനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് ഇഡി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെളിവുകൾ ഓരോന്നായി നിരത്തി രണ്ടും കൽപ്പിച്ചാണ് ഇഡി കളത്തിലിറങ്ങിയിരിക്കുന്നത്. വെറുമൊരു ആരോപണത്തിലോ രാഷ്ട്രീയ പോരിലോ ഒതുങ്ങുന്നതല്ല ഈ കേസെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് അന്വേഷണ സംഘം തെളിയിച്ചു കഴിഞ്ഞു. ശശിധരൻ കർത്തയുടെ ആ ഞെട്ടിക്കുന്ന മൊഴിയും കൂടെ പിന്നാലെ വന്ന കോടികളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കൽ നടപടിയും നൽകുന്ന വ്യക്തമായ സൂചന ഒന്നു മാത്രമാണ്. ഇനി പിണറായി കുടുംബത്തിന് നിയമത്തിന്റെ പിടിയിൽ നിന്ന് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയില്ല. അന്ന് ആരും ചോദിക്കില്ലെന്ന് കരുതി നടത്തിയ ഓരോ ഇടപാടിനും ഇന്ന് കൃത്യമായ കണക്കും തെളിവും നിരത്തിയാണ് ഇഡി രംഗത്തിറങ്ങിയിരിക്കുന്നത്. വീണയുടെ അക്കൗണ്ടിൽ വെറും 1,37,000 രൂപയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ വെറും 27,000 രൂപയുമാണ് ശേഷിക്കുന്നതെങ്കിലും മരവിപ്പിച്ച നിക്ഷേപങ്ങളും ലോക്കറുകളും വഴി കളി എന്താണെന്ന് ഇഡി കൃത്യമായി കണ്ടെത്തിക്കഴിഞ്ഞു. ഒപ്പം ശശിധരൻ കർത്ത കുടുംബത്തിന്റെ 26 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടിയതോടെ ഈ അഴിമതിയുടെ വേരുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് കേരളം നേരിട്ട് കാണുകയാണിപ്പോൾ. യാതൊരു സേവനവും നൽകാതെ വീണയ്ക്ക് കോടികൾ ഒഴുകിയെത്തിയത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിനു മുന്നിൽ ഇനി പ്രതിരോധിക്കാൻ ആർക്കും കഴിയില്ല. എന്തായാലും ഈ അന്വേഷണം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, വീണയ്ക്ക് വഴിവിട്ട് പണം നൽകിയ CMRL കമ്പനിക്കും അതിന്റെ ഉടമസ്ഥർക്കുമെതിരെ ഇഡി കടുത്ത നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ്. നിയമവിരുദ്ധമായി പണമിടപാട് നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ CMRL ഉടമ ശശിധരൻ കർത്തയുടെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള 26 കോടി രൂപയുടെ സ്വത്തുക്കളും സാമ്പത്തിക നിക്ഷേപങ്ങളുമാണ് ഇഡി ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. സ്വന്തം ബിസിനസ് താല്പര്യങ്ങൾക്കും കച്ചവട ലാഭത്തിനും വേണ്ടി ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ വഴിവിട്ട സ്വാധീനം ഉപയോഗിച്ച് കോടികൾ കൈമാറിയ അദ്ദേഹത്തിനും കുടുംബത്തിനും ഇപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. പണം വാങ്ങിയവരും നൽകിയവരും ഈ നിയമക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആരെയും സഹായിക്കാനോ രക്ഷിക്കാനോ ആർക്കും കഴിയാത്ത തരത്തിലുള്ള ശക്തമായ തെളിവുകളാണ് ഓരോന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ നിയമ പോരാട്ടത്തിൽ നിന്ന് പിണറായി കുടുംബത്തിന് ഒളിച്ചോടാനോ മാസപ്പടി വിവാദങ്ങളെ കേവലം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് തള്ളിക്കളയാനോ ഒരു കാരണവശാലും കഴിയില്ല. ഇത്രയും കാലം മൂടിവെച്ച ഓരോ രേഖകളും ഓരോ തെളിവുകളും ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കൈകളിൽ ഭദ്രമാണ്. ഇഡി നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകുമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ഗൗരവമുള്ള സാമ്പത്തിക തിരിമറികളും അധികാര ദുർവിനിയോഗവും ആരോപിക്കപ്പെട്ട മറ്റൊരു കേസ് ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാമെന്ന വ്യാമോഹം ഇവിടെ പൂർണ്ണമായും തകർന്നു വീഴുകയാണ്. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് തെളിയിക്കപ്പെടുന്ന കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു നിയമപരമായ വിചാരണയ്ക്കായിട്ടാണ് ഇനി ഇവിടെ കളം ഒരുങ്ങുന്നത് എന്ന് തന്നെ പറയാം. സത്യം എന്തായാലും അധികനാൾ മൂടിവെക്കാൻ കഴിയില്ലെന്ന് കാലം വീണ്ടും തെളിയിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.